ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൺ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് കേട്ടോ. നമുക്കിവിടെ നല്ല നാടൻ കണമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചൊരു കറിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇവിടെ അമ്മച്ചി നാടൻ മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ താളിക്കാണ്ടാണ് കറി വയ്ക്കുന്നത്. ഇത് അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാടൻ കണമ്പ്, അല്ലെങ്കിൽ നല്ല നെയ്യുള്ള നല്ല നാടൻ കൂരി, അല്ലെങ്കിൽ ചെറിയ കൊഴുവ, നല്ല സൂചി കൊഴുവയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ നല്ല നെയ്യായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അമ്മച്ചി ഇതേപോലെയാണ് കറി വയ്ക്കാറ്. അപ്പോൾ ആ കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് വെട്ടി തേച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെതമ്പിൽ കുത്തുകയല്ല, ഒന്ന് പതുക്കെ ചെത്തിയിട്ടാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് ചെത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പേപ്പറിലൊന്നും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അല്ലാണ്ടാണ് ചെത്തിയത്. അപ്പോൾ കുറച്ച് ചെതമ്പലൊക്കെ അതുമേലുണ്ടാവും. അപ്പോൾ നമുക്കത് ഒന്ന് ഒരച്ചും കൂടി കളയാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ കൊങ്ങയുടെ സൈഡിൽ നിന്ന് കീറിയിട്ട് ഞാനിവിടെ കുടലെടുത്ത് കളയുന്നതാണ് ആദ്യം കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അല്ല ചെയ്യാറ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒന്നും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് നല്ലപോലെ മീനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മുള്ളെല്ലാം വെട്ടി ചെതമ്പലെല്ലാം ഇതേപോലെ മീനൊക്കെ ഒന്ന് ഉരച്ചെടുത്തതിന് ശേഷം രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം കുടലെടുത്ത് കളയാണ് ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ മീൻ കറിയിൽ കിടന്ന് പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോകില്ല. കാരണം വയറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ എടുക്കുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മീനൊക്കെ ആകുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടലെല്ലാം താഴ്ത്തുകൂടി ഇങ്ങനെ പോരും. കട്ടൊന്നും പൊട്ടൂല. അത് അല്ലാണ്ട് തന്നെ നമുക്ക് ഇതേപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഇതേപോലെ കളയുന്നതിലും നല്ലത്, എനിക്കിഷ്ടം ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം കുടലൊക്കെ കളഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ടായിട്ട് നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാൽ 1, 2, 3 വേർതിരിച്ച് പിഴേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള പാൽ മതി. മുളക് പൊടിയുടെയൊക്കെ കട്ടയൊക്കെ പെട്ടെന്ന് ഉടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതേപോലെ ആദ്യം ഒന്ന് കട്ടയുടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുടമ്പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് പിഴിഞ്ഞ് കൊടുക്കാം. എൻ്റെ നല്ല കുടമ്പുളിയായിട്ടാണ് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിന് അധികം വേവൊന്നും ഇല്ലാത്ത മീനാണ്. കാണുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പുളിയൊക്കെ ഇട്ട് അതൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ ചാറൊക്കെ ആവശ്യത്തിന് കൂട്ടിയതിന് ശേഷം നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ചാറിന് ആവശ്യമനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മാറ്റി പിഴേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒരുമിച്ച് ഞാനിവിടെ ഒരു 1.5 കിലോ മീനോളം ഉണ്ടാവും ഇത്. അപ്പോൾ അതിന് ഞാനിവിടെ ഏകദേശം ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഇതേപോലെ മീനിടാണ്ട് ഒന്ന് തിളച്ച് നമ്മുടെ പുളിയെല്ലാം ഇളകിയതിന് ശേഷമാണ് നമ്മൾ മീനിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാറ് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കുടമ്പുളിയിൽ നിന്ന് നല്ലതുപോലെ പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നമ്മുടെ ചാറ് പറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കാം.
അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് മീനിട്ട് അപ്പം തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീൻ തിളച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതേപോലെ സ്പൂണൊന്ന് മീനിൻ്റെ സൈഡിൽ കൂടി ഇറക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മീൻ ഇളക്കി കൊടുക്കില്ല. നമ്മുടെ കറിച്ചട്ടി ഒന്ന് ചിറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അകത്തുനിന്ന് നെയ്യൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ മീനിൻ്റെ അകത്തുനിന്നുള്ള നെയ്യാണ് ഇറങ്ങി വരുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റോളം ഒന്ന് വേവിക്കണം. കണമ്പിന് ഒരു 10 മിനിറ്റൊക്കെ വേവുള്ളൂ, കൂടിപ്പോയ ഒരു 15 മിനിറ്റ് വരെയൊക്കെ കണമ്പ് വേവിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ മൂടി വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് ചെറിയ തീയിലിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 5-8 ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിറക്കുന്ന കറി എന്നാണ് ഇതിനെ പറയുന്നത്. ഉള്ളി ഇഞ്ചിയും ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിറക്കുന്ന കറി എന്നാണ് ഇവിടെ ഇതിനെ പറയാറ്. ഇനി നമുക്ക് കറി നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ലാസ്റ്റ് ഇടുന്ന ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഈ നമ്മുടെ പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് ഈ കറിയിൽ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട്. അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഏകദേശം ഈ കയ്യിലൊരു 2 കയ്യിൽ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഈ കറിയിലോട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ളി ഇഞ്ചിയും ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു 3-4 മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം. പിന്നെ നമുക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ കറി അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുറന്ന് എടുത്താൽ മതി. ഇനി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഈ കറി തുറക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കണമ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി കറിയാണ്. ഇവിടെ ഇതേപോലത്തെ മീനൊക്കെ കിട്ടുമ്പോൾ അമ്മച്ചി ഇങ്ങനെയാണ് കറി വയ്ക്കാറ്. കാരണം മീനിന് തന്നെ നല്ലൊരു നെയ്യുണ്ടാവും. അപ്പോൾ നല്ല നെയ്യുള്ള മീനിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പ്രത്യേകിച്ച് ആ ഇഞ്ചിയുടെയും ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്ന ഒരു കറിയാണിത്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതിനകത്ത് അധികം മസാലക്കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നല്ല മീനിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടല്ലോ. ഒരു നാടൻ മീനിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നമ്മുടെ കറി അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.